പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഏലിയ പ്രവാചകനെ തുടർന്ന് എലീഷ പ്രവാചകൻ്റെ ജീവിതകാലത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ ഭാഗമൊക്കെ വായിച്ച് ധ്യാനിക്കുമ്പം ദൈവത്തിൻ്റെ വചനം എന്ന നിലയിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാമാണ് നമുക്ക് നൽകപ്പെടുന്ന വചന സന്ദേശമെന്നും അത് ഹൃദയത്തിൽ പതിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇതൊക്കെ വെറും കഥകളായി ചരിത്ര ആഖ്യാനങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇത് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ദൈവനിവേശനമായി ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ വ്യാഖ്യാനിച്ച് നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നൽകപ്പെടുന്നതാണ്. അതെല്ലാം വചനത്തിൻ്റെ ഭാഗം തന്നെയാണ്. വിശുദ്ധഗ്രന്ഥത്തിലെ ഒരു ഭാഗവും നമുക്ക് അടർത്തി മാറ്റി നിർത്താൻ പറ്റിയില്ല. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ മോശമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെയൊക്കെ പൊരുൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, അതോടൊപ്പം തന്നെ കഠിനമായ അധ്വാനവും തിരിച്ചറിയാൻ വിവേകവും നമുക്ക് ആവശ്യമാണ്. രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് രാജാക്കന്മാരുടെ ഭരണകാലഘട്ടങ്ങളിലെ വിജയവും പരാജയവും ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ ദൈവാശ്രയമുള്ള രാജാക്കന്മാരും അല്ലാത്തവരും അവരെ വരുത്തി വയ്ക്കുന്ന വിനകളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് പാഠവിഷയമാണ്. രാജാക്കന്മാരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ എല്ലാ കാലത്തും വരുന്ന ഭരണകൂടങ്ങളുടെ പോക്കിനെ അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഇവരുടെ ജീവിത രീതികൾ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ആഹാബ് രാജാവിൻ്റെ കാലത്ത് നടന്ന അനീതിയും അഴിമതിയും, അവിടെ ആ വാസ്തവത്തിൽ മുന്തിരിത്തോപ്പ് സ്വന്തമാക്കാൻ വേണ്ടി നാബോത്ത് എന്ന് പറയുന്ന ആളിനെ അതിഭയങ്കരമായ രീതിയിൽ പീഡിപ്പിച്ച് കൊന്നതും, അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളും, നിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കും എന്ന പ്രവചനം അത് പൂർത്തിയായതും ഒക്കെ നാം കണ്ടു. യുദ്ധത്തിൽ ഒരു അസ്ത്രം അദ്ദേഹത്തിൻ്റെ നേരെ ചങ്കിൽ വന്ന് പതിക്കുകയും രക്തം വാർന്നൊഴുകുകയും, അവസാനം രക്തം വാർന്നൊഴുകി രഥത്തിലിരുന്ന് തന്നെ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തതിന് ശേഷം ആ രഥം കഴുകിയ വെള്ളം, രക്തത്തിൽ കുതിർന്ന വെള്ളം നായ്ക്കൾ നക്കിക്കുടിച്ചു എന്ന് കാണുമ്പോൾ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായി. ഇതുപോലെ തന്നെ ആ രാജ്ഞിയോടും പറഞ്ഞതുപോലെ തന്നെ വരാൻ പോകുന്നുള്ളൂ, കാണാൻ പോകുന്നുള്ളൂ. നിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കും എന്ന് പറഞ്ഞത് യേഹോവിൻ്റെ കാലഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമായി. വലിയ മാളിക മുകളിൽ നിന്ന് അവൾ വലിച്ചെറിയപ്പെടുകയും ശരീരം ചിതറുകയും, അങ്ങനെയുള്ള ശരീരം മൃതസംസ്കാരം പോലും നടത്താതെ യഹോവയുടെ ആ ആരാധന നിയമം മൂലം നിരോധിക്കുകയും അതിന് പകരമായി വിഗ്രഹാരാധന അടിച്ചേൽപ്പിക്കുകയും ചെയ്ത ആ വലിയ രാജ്ഞി, അമ്മ റാണി, അവസാനം ചെന്ന് അധപ്പതിച്ചത് ഇപ്രകാരമായിരുന്നു എന്ന് കാണുമ്പോഴാണ് ദൈവഹിതത്തിന് വിധേയം ആകുന്നവരും ദൈവഹിതത്തിന് വിരുദ്ധമായി പോകുന്നവരും തമ്മിൽ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുക. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും നീതി, സത്യം, ധർമ്മം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ആരോഗ്യപരമായിട്ട് ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അനീതിയെ പടുത്തുയർത്തപ്പെടുന്ന ഒരു ഭരണകൂടം ഒരിക്കലും യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അതൊക്കെ വംശനാശം വരുത്തി വയ്ക്കുമെന്നതാണ് പഠിക്കുന്ന പാഠം. അനീതി കൊണ്ട് ഒന്നും തന്നെ നമുക്ക് നേടാൻ പറ്റില്ല. സത്യസന്ധമായ കാര്യങ്ങൾ വിവേചിക്കുകയും നീതിപൂർവമായി ഭരണം നയിക്കുകയും ചെയ്യുന്ന ഭരണകർത്താക്കൾ അവരുടെ ജീവിതകാലത്ത് പരാജയങ്ങൾ സംഭവിച്ചാലും അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കും. ഇവിടെ നാം കാണാൻ പോകുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളാണ്. അതായത് ഈ മൊവാബ്യർ എന്ന് പറഞ്ഞ വിഭാഗത്തെക്കുറിച്ച് നമുക്കറിയാം. ഇതാണല്ലോ പണ്ട് മൊവാബ്യ രാജാവ് ഇസ്രായേൽ കടന്നു വന്ന ഘട്ടങ്ങളിൽ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ബാലാം എന്ന് പറയുന്ന മന്ത്രവാദിയെ വിളിച്ച് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി മോവാബ് ദേശത്തൂടെ കടന്നു പോകുമ്പോൾ നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി ബാലാം കടന്നു വരികയും ആ വലിയ ആ സംഭവത്തിൽ നേരെ തിരിച്ച് അദ്ദേഹം ബലിയർപ്പണ വേളയിൽ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം. അവരാണ് മൊവാബ്യർ. അതായത് യോർദാന് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. മൊവാബ്യ താഴ്വരയിൽ വെച്ചാണ് അവസാനം മോശ തൻ്റെ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരെ അടുപ്പത്ത് നിർത്തിക്കൊണ്ട് നിയമാവർത്തന പുസ്തകത്തിലെ 4 പ്രസംഗങ്ങളെ കാതലായ കാര്യങ്ങളെ പരിശീലിപ്പിച്ച മൊവാബ്യർ നമുക്കറിയുള്ള വിഭാഗമാണ്. അപ്പോൾ ഇവർ ഓംബ്രിയുടെ കാലഘട്ടങ്ങളിൽ വളരെ കപ്പം കൊടുത്ത് ഇസ്രായേലിന് കപ്പം കൊടുത്ത് ജീവിച്ചിരുന്നു, വിധേയരായി.
അത് വമ്പൻ കപ്പമാണെന്നൊക്കെ അറിയാം. ലക്ഷക്കണക്കിന് കുഞ്ഞാടുകൾ, ലക്ഷക്കണക്കിന് എമ്മരിയാടുകൾ, തുകലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കപ്പം എന്നൊക്കെ പറയും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 40 വർഷത്തിന് ശേഷം വേണ്ട മെഷ എന്ന് പറഞ്ഞ രാജാവ് കടന്നു വന്നപ്പോൾ ആ മൊഹാബ്യരും അവരിൽ നിന്ന് സ്വതന്ത്രമാകാൻ ശ്രമിക്കുകയും അങ്ങനെ അവർ ആ കപ്പം കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് യൂദാ രാജാവിനെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ യുദ്ധത്തിൽ യൂദാ രാജാവ് സപ്പോർട്ട് ചെയ്യാം എന്ന് സമ്മതിക്കുകയും അങ്ങനെ രണ്ടുപേരും ഒന്നുചേർന്ന് യഹോശഫാത്ത് എന്ന് പറയുന്ന യൂദാ രാജാവ് ഈ ഒന്നിച്ച് ചേർന്നുകൊണ്ട് മെഷ എന്ന് പറയുന്ന ഈ മോവാബ്യ രാജാവിന് എതിരായിട്ട് നീങ്ങുന്ന ആ അവസരത്തിൽ പ്രവാചകനായ എലീഷായെ വരുത്തുന്നതാണ് നാം കാണുന്നത്. പ്രവാചകനായ എലീഷ വളരെ കൃത്യമായിട്ട് പ്രവചിച്ചു. എലീഷായെ പ്രവാചകനായിട്ട് അംഗീകരിക്കും. കർത്താവിൻ്റെ വചനം അവനോട് കൂടി ഉണ്ട് എന്ന യഹോശഫാത്തിൻ്റെ പ്രസ്താവന തന്നെ അതുപോലെ തെളിവാണ്. അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതേസമയത്ത് അദ്ദേഹം അതിന് നേരെ എതിര് നിന്നിരുന്ന മറ്റേ അഹാബിൻ്റെ ഇളയ പുത്രനായ രാജാവിനോട് അതായത് ഓമ്രിയുടെ പുത്രനായ രാജാവിനോട്, അഹസ്യ എന്ന് പറയുന്ന രാജാവ് അധികം കാലം മരിച്ചുപോയി. പിന്നെ യോറാമാണ് വരുന്നത്. യോറാമിൻ്റെ കാലഘട്ടത്തിൽ നിനക്ക് നിൻ്റെ മാതാപിതാക്കളുടെ പ്രവാചകനെ വിളിക്കാൻ പാടില്ല എന്ന് ചോദിച്ചത് ഒരു പരിഹാസമായിരുന്നു. അവർ മാതാപിതാക്കളുടെ പ്രവാചകരെന്ന് പറയുന്നത് ബാൽ ദേവന്മാരുടെ പ്രവാചകന്മാരാണ്. അങ്ങനത്തെ അവരെ ശകാരിച്ചെങ്കിലും ആ മലയിൽ വെച്ച് ഏലിയ നടത്തിയ ബലിയിലേക്ക് ഒരു സൂചന കൂടി നൽകുകയാണ്. അപ്പോൾ അതും പറഞ്ഞു, ശരി നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഗായകനെ വിളിക്കും. അതായത് അത് പ്രവാചക ധർമ്മം നിർവഹിക്കുമ്പോൾ അത് ഗായക സംഘത്തിൻ്റെ സഹായം ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട്. അവരുടെ ഗാനങ്ങളിലൂടെ ആത്മാവിൽ അവർ നിറഞ്ഞു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവചന വരം അവർക്ക് ലഭിക്കുക. എല്ലാവർക്കും അങ്ങനെയാകണമെന്നില്ല. ഇവിടെ എലീഷ അത് ആവശ്യപ്പെടുന്നത് കാണാം. നമുക്ക് തന്നെ അറിയാം, ചില ഭയങ്കര പെന്തക്കോസ്റ്റൽ പ്രാർത്ഥനാ സമ്മേളനങ്ങളിലൊക്കെ അടിച്ചുയരുന്ന വലിയ ഗാനമേള പോലെയുള്ള വലിയ പ്രാർത്ഥനാ ഗീതങ്ങളുടെ നടുവിൽ ഈ വലിയ സുവിശേഷ പ്രഘോഷകനെ അർത്ഥട്ടഹസിച്ച് അതിശക്തമായ രീതിക്ക് പ്രഘോഷിക്കാൻ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അതല്ല. ഇവിടെ അത് കൂടുതലായിട്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് വരെ നിവേശനം നൽകുകയും പ്രവചനം നടത്തുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലും അതുപോലെ തന്നെ യൂദായും നടത്തുന്ന യുദ്ധത്തിൽ അവർ വിജയിക്കുമെന്ന് പ്രവചിച്ചു. അവരങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കരമായ ഉണങ്ങി വരേണ്ട സാഹചര്യം, കുടിക്കാൻ വെള്ളമില്ലാണ്ടായി. അപ്പോൾ ആകെ അവർ വിഷമിച്ചപ്പോൾ പ്രവാചകൻ കർത്താവിനെ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഉണങ്ങി വരേണ്ട അരുവിത്തടം കാറ്റോ മഴയോ കൂടാതെ കർത്താവ് ജലം കൊണ്ട് നിറയ്ക്കും. അതായത് മരുഭൂമിയെ നദിയാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. അതിൻ്റെ പ്രവാചകൻ ശക്തമായിട്ട് പറഞ്ഞു, ഉണങ്ങി വരേണ്ട അരുവിത്തടം കാറ്റോ മഴയോ കൂടാതെ കർത്താവ് ജലം കൊണ്ട് നിറയ്ക്കും എന്ന് വാഗ്ദാനം ചെയ്തു. നേരെ വാഗ്ദാനത്തിൻ്റെ പിറ്റേ തന്നെ അത് വാഗ്ദാനം പൂർത്തിയായി. എന്താ സംഭവിച്ചത്? അങ്ങ് അകലെ മലമുകളിൽ പെയ്ത മഴവെള്ളം ഒഴുകി വന്ന് ഈ അരുവിത്തടം നിറഞ്ഞു. താഴ്വരയിൽ മഴ പെയ്യാഞ്ഞപ്പോഴും നദികൾ മലവെള്ളത്താൽ കവിഞ്ഞ് ഒഴുകി. ഇത് സാധാരണ നടക്കുന്ന സംഭവം തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, ഇവിടെ മഴ പെയ്യുമ്പോൾ അങ്ങ് വിദൂരതയുള്ള കുട്ടനാടൻ പ്രദേശങ്ങളിൽ മഴ കഴിഞ്ഞ് കാലം കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെ ഭയങ്കരമായ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാകാൻ കാര്യമുണ്ട്. ആ വെള്ളം അങ്ങ് ഒഴുകി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ മലമുകളിൽ വെള്ളം അതിഭയങ്കരമായ മഴയുണ്ടായി. അത് ഒഴുകിയെത്തി ഈ അരുവിത്തടം നിറഞ്ഞു. അപ്പോൾ മോവാബ്യർ 2000 അടി ഉയരത്തിലുള്ള മലയിലെ കോട്ടയിൽ നിന്ന് നോക്കിയപ്പോൾ മോവാബ്യർ അവർ തെറ്റിദ്ധരിച്ചു. കാരണം ഈ വെള്ളം ഒഴുകി വന്നപ്പം ഈ ചമ്മണ്ണുമായിട്ട് കലർന്ന് രക്തം പോലെയായിരുന്നു വെള്ളം ഒഴുകി വന്നത്. അപ്പോൾ അവരെന്നാ അവർ ധരിച്ചു അവിടെ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നിരുന്ന സഖ്യകക്ഷികൾ അവർ തമ്മിൽ പിണങ്ങി പരസ്പരം യുദ്ധം ചെയ്ത് അവർ എല്ലാം മരിച്ചു വീണതിൻ്റെ രക്തമാണത് എന്ന് അവരങ്ങ് ധരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന ഇവരെ കൊള്ളയടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. മുമ്പിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത്, സജ്ജമായി നിൽക്കുന്ന സൈന്യം ഇവരുടെ തിരിച്ചടിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്യുന്നതാണ് എലീഷായുടെ പ്രവചന ഫലമായിട്ട് നമ്മുടെ കാണുന്നത്. അതായത് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനുഷ്യന് വിശ്വാസിക്ക് അനുകൂലമായ ദൈവം തിരിച്ചുവിടും. അത്ഭുതങ്ങളെയൊക്കെ കാണുമ്പം നാം ധരിക്കേണ്ട ഒരു കാര്യം,
നേരിട്ട് ഒരു ആർട്ടിഫിഷ്യൽ മിറക്കിൾ നടന്നു, കൃത്രിമ ഒരു മിടക്കും നടന്നു എന്നതിനേക്കാൾ സാധാരണയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ അവിടെ വിശ്വാസ സമൂഹത്തിന് അനുകൂലമായി ദൈവം തിരിച്ചു വിടുന്നു. അതായത് ഇവർക്ക് ഭക്ഷണം വേണം. നമ്മൾ ഞായറാഴ്ചയിൽ വായിക്കാൻ പോകുന്ന ഒരു ഭാഗം അതാണ്. സംഗീത പുസ്തകത്തിന് 11 അധ്യായത്തിൽ മാംസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായി മോശയെ ശല്യപ്പെടുത്തിയപ്പോൾ മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ വയ്യാത്തയുടെ എൻ്റെ കൈയൊക്കെ നീളം കുറഞ്ഞു പോയിട്ടില്ല, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും. അവരവിടെ വയറും നിറഞ്ഞും ഓക്കാനം വരത്തക്ക രീതി, മൂക്കിലൂടെ പുറത്ത് ഓക്കാനം വരത്തക്ക രീതി, അതൊരു ദുസൂചനയാണ്. പറ്റുകയും അവർക്ക് മാസം 1 2 ദിവസത്തേക്കൽ 5 10 ദിവസത്തേക്കല്ല 20 ദിവസത്തേക്കല്ല ഒരു മാസത്തേക്ക് അവരെ തീറ്റും എന്ന് പറയുകയും പിറ്റേ ദിവസം അവരറിയാതെ ഭയങ്കര ഒരു കാറ്റ് കൊടുങ്കാറ്റടിച്ച് ആ പാളയത്തിന് ചുറ്റുമുള്ള കാടപ്പക്ഷികൾ വന്ന് നിറയുന്നതാണ് നാം വായിക്കുന്നത്. പക്ഷേ അതെന്താ സംഭവം? അതുപോലെ കൃത്രിമമായിട്ട് ചെയ്ത അത്ഭുതമൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ടും തണുപ്പ് പാശ്ചാത്യ നാടുകളിൽ ഉണ്ടാകുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ തണുപ്പ് ശക്തമായി വരുമ്പോൾ പക്ഷികളെല്ലാം പറന്ന് ചൂടുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് പോരുക സ്വാഭാവികം. അങ്ങനെ പറന്ന് പോരുമ്പോൾ കുറേ പക്ഷികൾ ഇങ്ങനെ തളർന്ന് താഴെ വീഴും. അങ്ങനെ ആ വീഴ്ച അന്ന് ഇവർക്ക് അനുകൂലമായി ഈ പ്രവചനത്തിന് പരിണിതഫലമായി വള്ളത്തിന് ചുറ്റും വീണു. ഇപ്പം നോക്കിയ പ്രകൃതിയുടെ പ്രതിഭാസത്തെ ഇവിടെ വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് തിരിച്ചു വിടുന്ന നമുക്ക് കാണുക. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ജലം മലയിൽ പെയ്ത വെള്ളം ഒഴുകി വന്ന് ഇതവർക്ക് അനുകൂലമായി മറ്റവർക്ക് തെറ്റിദ്ധരിച്ചു, അങ്ങനെ പരാജയപ്പെടാനിടയായി. അപ്പോൾ ഉണങ്ങി വരേണ്ട അരുവിത്തളം കാറ്റോ മഴയോ കൂടാതെ കർത്താവ് ജലം കൊണ്ട് നിറയ്ക്കും എന്ന പ്രവചനം അവിടെ പൂർത്തിയാകുന്നത് നാം കാണുന്നത്. അതിന് ശേഷം അന്നത്തെ മോവാബിയുടെ തലസ്ഥാനമായ കീർ ഹെരേസത്ത് അവരെ നിലനിർത്താൻ വേണ്ടി വീണ്ടും അടുത്ത യുദ്ധം ചെയ്തു. അവിടെയും അവർ പരാജയപ്പെടുകയാണ്. അതുപോലെ തന്നെ അവർ പരാജയപ്പെട്ടപ്പോൾ അവർ രാജാവ് സ്വന്തം മകനെ ബലിയർപ്പിച്ചു. അവിടെ ഇത് കണ്ട് ഇസ്രായേലിലെ പാസ്വർ ദുഃഖിതരായി അവർ യുദ്ധം നിർത്തി തിരിച്ചുപോയി നാം വായിക്കും. അതുകൊണ്ട് നരബലി സ്വന്തം മകനെ ബലിയർപ്പിച്ചെന്ന് പറയും. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ആ ദേവൻ്റെയൊക്കെ പ്രചോദനം അപ്രകാരമാണ് വന്ന് ഭവിക്കുക. പ്രവാചകന്മാർ ഈ നരബലിക്കെതിരായിട്ട് അതിശക്തമായിട്ട് പ്രവചിച്ചുള്ള കാര്യം നമുക്കറിയാം. ഇസ്രായേലിലും നരബലി വന്നിരുന്നു. ഇസ്രായേലും മറ്റുള്ളവர்கள் പ്രേരിതരായി നരബലിയിലേക്ക് നീങ്ങിയിരുന്ന സംഭവം സാഹചര്യത്തിലാണ് അവിടെ ബലിയർപ്പിക്കപ്പെടുന്ന ആ പ്രദേശത്തെ ഗേഹന്ന എന്ന് പറയുന്ന സ്ഥലത്തെ അതിനെതിരായിട്ട് പ്രവാചകന്മാർ അത് പ്രവചിക്കുകയും ഗേഹന്ന എന്ന് പറയുന്ന സ്ഥലം നരകത്തിൻ്റെ പര്യായപദമാക്കി മാറ്റുകയും ചെയ്തതാണ്. പിന്നീട് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നരകത്തിന് പകരം ഗേഹന്ന എന്ന പദം ഉപയോഗിക്കാനിടയായത്. അങ്ങനെയാണ് നരബലി ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഗേഹന്ന എന്ന സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. രാജകൊട്ടാരത്തിൻ്റെ അതിൻ്റെ കൊട്ടാരത്തിനകം ദൂരെയല്ലാത്ത ഒരു വലിയ കുഴിയാണ് ഈ ഗേഹന്ന എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവരെ ദൈവം എന്ന് പറഞ്ഞാൽ ഖൊമേശാണ്, അല്ല കെമോസ് എന്ന് പറഞ്ഞത് ദേവനാണ്. ഈ കെമോസ് എന്ന ദേവനാണ് ബലിയർപ്പിച്ചത്. അപ്പോൾ ഇവിടെ നാം കാണുന്നൊരു സംഗതി, ഇവിടെ യഥാർത്ഥത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നാണ്. ദരിദ്രരും നിലാരംഭരമായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജലമന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതെ ദാഹജലത്താൽ വരണ്ടു പോകുന്നവർക്ക് തമ്പുരാൻ ജലം നൽകുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 41 അധ്യായം 17 വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദരിദ്രരും നിലാരംഭരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളുക എന്നവിടെ പറയുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പോട്ടുള്ള ഗതിയിൽ കാണുന്ന ഇടപെടലുകളാണ് നാം കാണുന്നത്. അപ്പോൾ മോവാബിനെ പരിപൂർണമായി നശിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. പൂർണ്ണമായിട്ട് നശിപ്പിച്ചൊന്നുമില്ല. അന്നേരം അവർ തിരിച്ചുപോയി. ബലി കഴിഞ്ഞപ്പോഴേ അവരങ്ങ് തിരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ അഗതികൾക്കും അശരണർക്കും ദൈവം സഹായം നൽകുമെങ്കിൽ തന്നെയും ആരെയും പരിപൂർണമായിട്ട് നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്ന് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ എതിരാളിക്ക് ഒരു അവകാശമുണ്ടെന്ന കാര്യം നാം ഓർക്കണം. ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അത് മാനിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗം ഇനി നമ്മൾ നേരിട്ട് കടക്കാൻ പോകുന്നത് എലീഷായുടെ പ്രവൃത്തികളിലേക്കാണ്. എലീഷ കരുണയുടെ പ്രവാചകനാണ്, ഏലിയ നീതിയുടെ പ്രവാചകനാണ്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസമാണ്. എലീഷ ജനങ്ങളോട് അടുത്തിടപെട്ട് ഇൻ്ററാക്ട് ചെയ്തു പോകുന്നയാളാണ്. ജനങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടെത്തി അത് പരിഹാരം അർപ്പിക്കാൻ കഴിയാം. ഏലിയ അതിൽ നിന്നൊക്കെ ഉന്നതമായ ഒരു നിലയിൽ നിന്നുകൊണ്ട്
യഹോവായ ദൈവത്തെ, സൈന്യങ്ങളെ കർത്താവായ ദൈവത്തെ ആരാധിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് അവശർക്ക് കരുണ ലഭ്യമാക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കാം. 4-ാം അധ്യായത്തിലേക്ക് കടന്നു, 2 രാജാക്കന്മാരുടെ പുസ്തകം. അവിടെ കീർ ഹെരേസത്ത് എന്ന് പറയുന്ന ആ ഒരു തലസ്ഥാന നഗരി പിടിക്കാൻ വന്നപ്പോൾ അവിടെ മരിച്ചു വീണ പട്ടാൾക്കാരുടെ പുറകെ നരബലിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം നിർത്തി തിരിച്ചുപോയി കഴിഞ്ഞുള്ള സാഹചര്യം കുറേ കൂടി ശാന്തമായി. അപ്പോൾ പ്രവാചകനിലൂടെ സാവധാനത്തിൽ യഹോവയെ വ്യക്തികൾ അറിയാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം നടക്കും. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒബദിയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണല്ലോ ആഹാബ് രാജാവും രാജ്ഞിയും യെഹൂദ രാജ്ഞിയും യഹോവയുടെ പ്രവാചകന്മാരെ മുഴുവൻ വധിച്ച സാഹചര്യത്തിൽ ഒബദിയ 100 ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരെ, യഹോവയുടെ പ്രവാചകന്മാരെ സ്വന്തം വീട്ടിൽ പാർപ്പിച്ച് സംരക്ഷണം നൽകി. ഒരേ സമയത്ത് രാജ ശുശ്രൂഷകനും വൃത്തിനുമാണ്, അതേ സമയത്ത് തൻ്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഒബദിയ. അങ്ങനെ നടന്ന ഘട്ടങ്ങളിൽ അത് ചെയ്ത് ഒത്തിരി കടം കയറി. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കടമുണ്ടായി. കടം കയറി കഴിഞ്ഞപ്പോൾ താമസിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം ഭാര്യ അവതാളത്തിലായി, ഭാര്യയും 2 മക്കളും. അപ്പോൾ പ്രവാചക ശുശ്രൂഷ നടത്തിയിരുന്നയാളാണ് ഈ പറയുന്ന ഒബദിയ. കാര്യം രാജ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും. അപ്പോൾ ഈ വിധവ വിഷമിച്ചു. തിരിച്ച് കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വരുമ്പം ഇസ്രായേൽ നിയമം അനുസരിച്ച് അവർ അടിമകളായിട്ട് മാറ്റപ്പെടും. ഉണ്ട്, അതായത് നിയമമൊക്കെ ഉണ്ട്, വിലയ്ക്ക് വാങ്ങിയാൽ തന്നെ പോലും അടിമയെ 7-ാം വർഷം സ്വതന്ത്രമാക്കണം എന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിലൊക്കെ പറയുന്നു. പുറപ്പാട് 21:2 പറയുന്നുണ്ട്. എന്നാൽ അടിമ വ്യവസ്ഥ നിലനിന്നിരുന്നതുകൊണ്ട് ഇവർക്ക് പണം കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ട് വന്നപ്പം അവരെ അടിമകളാക്കാനായിട്ട് ഈ പണം നൽകിയ ആൾക്കാർ വന്നു. അപ്പോൾ ആ സ്ത്രീ സങ്കടപ്പെട്ടു. പ്രവാചകനായ എലീശയുടെ അടുത്ത് വരുന്നതാണ് നമ്മളൊരു സംഭവം കാണുന്നത്. അപ്പോൾ വളരെ ദരിദ്രമായ സാഹചര്യങ്ങൾ, പ്രവാചകന്മാരും അറിയാം കാലഘട്ടത്തിൽ അവർ തമ്മിൽ ഒരു കൂട്ടായ്മ, അവർ വിവാഹിതരായിരുന്നു, വിവാഹിതമായിട്ട് ജീവിച്ചിരുന്നതാണ്. അപ്പോൾ ഒബദിയയുടെ ഭാര്യയാണ് ഈ വിധവയെന്ന് യഹൂദ റബ്ബിമാരൊക്കെ പറയുന്നത്. ഈ വിധവ എലീശ പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ പ്രവാചകന്മാരെ സംരക്ഷിക്കാനും ഉള്ള ശ്രമത്തിലാണ് കടം കയറിയത്. അതുകൊണ്ട് ഇക്കാര്യം ഈ പ്രവാചകൻ എലീശയെ ഈ വിധവ ഒന്ന് അനുസ്മരിപ്പിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഈ പ്രവാചകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ട് ഈ കടമെല്ലാം കയറ്റിയപ്പോൾ എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. അപ്പോൾ എലീശായ്ക്ക് വലിയ കരുണാർദ്രമായ ഹൃദയത്തിൽ ദുഃഖമുണ്ടായി, വേദനയുണ്ടായി. അവരോട് ചോദിച്ചു, ഇപ്പം നിൻ്റെ കയ്യിൽ എന്നാ ഉണ്ട്? എനിക്ക് ഒരു ഭരണിയുണ്ട്, ആ ഭരണിക്കകത്ത് അപ്പം എണ്ണയുണ്ട്, വേറൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങൾക്ക് കഴിയാനുള്ളതിന് അല്പം കാര്യം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന. അപ്പോൾ എന്നാ ചെയ്തു, നീ ഒരു കാര്യം ചെയ്യും, ആ നാട്ടിലൂടെ എല്ലാം നടന്ന് കുറേ ഭരണികൾ കളക്ട് ചെയ്യും, ഏറെ ഭരണികൾ കളക്ട് ചെയ്യും. ഈ മക്കളും കൂടെ നടക്കും, കളക്ട് ചെയ്യാൻ മതി. കളക്ട് ചെയ്ത് വന്നതിന് ശേഷം നീ ആ ഭരണിയിലെ എണ്ണ ഓരോ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറയും. ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ എണ്ണ വർദ്ധിച്ചുകൊണ്ടിരുന്നില്ല, അത് കുറഞ്ഞില്ല. കിട്ടാവുന്ന ഭരണികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എണ്ണയുടെ വരവ് നിന്നു. അപ്പം പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, അത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് കടം വീട്ടുക, ബാക്കി കൊണ്ട് നീ ജീവിക്കുക എന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തെ നമ്മളെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? സത്യത്തിൽ അത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പം ചെയ്യാറുമ്പോൾ തെറ്റിപ്പോയി ചെയ്ത് പുതിയ ദൈവത്തിൽ കർത്താവ് പറയുന്നത് തന്നെയാണ്. ദൈവഹിതത്തിന് വിധേയമായിട്ട് ഒരാൾ വരുമ്പോൾ കയ്യിലുള്ളത് അങ്ങ് ഇരട്ടിക്കും, വർദ്ധാനമാവും. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ പോലും ദൈവത്തിന് നമ്മുടെ കഴിവുകളെ വർത്തമാനമാക്കാൻ പറ്റും. അത് ഒരുപക്ഷെ നമ്മുടെ വ്യത്യസ്തമായ ടാലൻറ്റുകളായിരിക്കാം. ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ചിലപ്പോൾ കാണാൻ പോലെ ചില പിള്ളേർ പെട്ടെന്ന് വളർന്ന് വലിയ ഉന്നത സ്ഥിതിയിലെത്തുന്നത് അവരുടേതായ അകത്ത് ദൈവം നിക്ഷേപിച്ച ടാലൻറ്റുകൾ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് ഒരു കാലത്തും ആൾക്കാരെല്ലാം നിലയിൽ ഒരു കാലത്തും ഒരു വ്യക്തി ഇപ്പം പാവപ്പെട്ട നിലയിൽ നിരാലംബനായിട്ട് കഴിയാൻ ദൈവം അനുവദിക്കില്ല. അതാരും അങ്ങനെ ധരിക്കുകയും വേണ്ട. ഞങ്ങളൊക്കെ പാവപ്പെട്ടവർ, ബാക്കിയുള്ളവർക്ക് ധനവാൻ പറയാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതവസ്ഥയിലും കർത്താവിന് പൊക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ദൈവം നിനക്ക് നൽകിയിട്ടുള്ളത് എന്താണെന്ന് ആദ്യം ചോദിച്ചു. നിനക്കിപ്പോൾ എന്നാ നൽകിയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ കയ്യിൽ? ഇപ്പോൾ ഒരു ഭരണിയിച്ച എണ്ണ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണേൽ ചോദിക്കും, നിനക്ക് ദൈവം നൽകിയിരിക്കുക എന്തൊക്കെയാണ് നിനക്ക്? നീ ആ പാടെ കടം കയറി പിടിഞ്ഞ് സാമ്പത്തികമായിട്ട് ദരിദ്രമായിട്ട് നിൽക്കുന്ന സാഹചര്യം നിനക്കെന്താ നൽകപ്പെട്ടിരിക്കും? എനിക്കൊന്നുമില്ല, എല്ലാം ജപ്തി ചെയ്ത് പോയി, ആവുന്നില്ല. പക്ഷേ നിനക്കൊരു ബുദ്ധി തന്നിട്ടില്ലേ, ഒരു മനസ്സ് തന്നിട്ടില്ലേ?
ശരീരത്തിന് ആരോഗ്യം നൽകിയിട്ടെ, ജോലി ചെയ്യാൻ പറ്റിയില്ലേ, നീ ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെടാൻ. ഇപ്പം നിനക്ക് പറ്റിയ ജോലി തമ്പുരാൻ കാണിച്ചു തരും. അപ്പം നീ പ്രവർത്തനത്തിനായി കഴിയുമ്പോൾ നിന്റെ കടം സാവധാനം വീടും. നീ നിരാശനായി ഇന്നേക്കാരുമില്ല എന്ന നിലയിലാണ് നിലവിളിക്കുന്നതെങ്കിൽ അത് നിനക്ക് അപകടകരമായ കാര്യമാണ്. നിരാശയല്ല വേണ്ടേ, അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത. പ്രതീക്ഷയും പ്രത്യാശയുമാണ് വേണ്ടത്. നിൻ്റെ ഏതവസ്ഥയിലും നിനക്ക് ഉണരാൻ പറ്റും, ഉയരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നീ ഒരു അവസ്ഥയിലും തളർന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. അങ്ങനെയാണ് വിശ്വാസ ജീവിതാനുഭവം എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഉടനെ സങ്കടപ്പെട്ട് പോയി ആത്മഹത്യ ചെയ്യുകയല്ല. ആത്മഹത്യ ഭീരുവിൻ്റെ പരിപാടിയാണ്. അവന് ഭീരുത്വം, കാരണം അവൻ്റെ ഉള്ളിൽ ദൈവവിചാരമില്ല. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പറയും യാതൊരു ദൈവവിചാരമില്ല. കാര്യം പാഷനാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മനഃശാസ്ത്രപരമായിട്ട് അദ്ദേഹം ഒരു ഉത്തരവാദിയല്ല. അത് പെട്ടെന്നൊരു പാഷനുണ്ടായി അങ്ങനെ കമ്മിറ്റ് ചെയ്തു പോയി സൂയിസൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ? അവരോടുള്ള കരുണയോടുകൂടി നമ്മൾ പറയുന്നത്, അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ്? ദെയർ ഈസ് നോ ഫെയ്ത്ത്. അടിസ്ഥാനപരമായി ദൈവവിശ്വാസം ഇല്ല. യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ദൈവവിശ്വാസം ഉള്ളതെന്ന് കരുതുന്ന പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിശ്വാസമില്ല. അത് അവരുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിലില്ല. ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതും രൂപപ്പെടുത്തുന്നതും പ്രത്യാശ പകരുന്നതും കരുത്ത് നൽകുന്നതുമായ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെൻ്റലാണ്, മാനസിക രോഗിയാണ്, അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത്, അതൊക്കെ നമ്മൾ പറയാം, വ്യാഖ്യാനിക്കാം. എന്നാലും ശരി, സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, എന്താണ് നമ്മളെപ്പോഴും പറയും, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവാനും കൂടി വരിക സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദൈവത്തിന് അകലും തോറും അത് 10 ഇരട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. കേരള സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ, ഇന്ത്യയിലെ ആത്മഹത്യ റേറ്റ് നാം കേട്ടിട്ടുണ്ട്. ആപ്പാടെ 1,09,000 പേരാണ്. കേരളത്തിൻ്റെ ആത്മഹത്യയോ 29 പേരാണ്. വിദ്യാഭ്യാസ സമ്പന്നമായ, സമൃദ്ധമായ, കമ്പാരിറ്റീവ്ലി സമ്പൽ സമൃദ്ധമായ, സംസ്കാര സമ്പന്നമായ നമ്മുടെ സംസ്ഥാനത്താണ് ഈ ആത്മഹത്യയ്ക്ക് ഏറ്റവും മുമ്പ് നിൽക്കുന്നതെന്ന് പറയുമ്പം അത് വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചായി പോക്ക്. മെറ്റീരിയൽ രസത്തിന് അടിപ്പെട്ട് പോയി കഴിയുമ്പോൾ വിശ്വാസം കുറയും. ശ്വാസം കുറഞ്ഞ് കഴിയുമ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൂടും. പിന്നെ സമാധാനം ഇല്ലാണ്ടാവും. അങ്ങനെ ശ്വാസം മുട്ടി ആത്മഹത്യ ചെയ്യും. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയല്ലാത്ത ഒരവസ്ഥയിൽ നീ നിന്നെ തന്നെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച് വിനയാന്വിതരായി, എൻ്റെ ദൈവമേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്കുന്ന നിലയിൽ നീ നിലവിളിക്കുമ്പോൾ നിൻ്റെ നിലവിളി കർത്താവിൻ്റെ പക്കൽ എത്തുകയും നിനക്ക് വഴി തെളിച്ച് കാണിച്ചു തരികയും ചെയ്യും. അതാണ് ഈ പറയുന്ന ഈ സ്ത്രീ, അവൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് കടക്കണിയിൽ ചെന്ന് വീണത് നന്മ ചെയ്തിട്ടാണ്. യഹോവയുടെ പ്രവാചകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി 100 പേരോളം വീട്ടിൽ നിർത്തി സംരക്ഷിച്ച് ചിലവില്ലേ, അത് രാജാവ് അറിയാതെ സംരക്ഷിച്ച് ബാക്കിയുള്ളവരെയൊക്കെ വിഷമയാക്കി കൊന്നുകളഞ്ഞു. അങ്ങനെ അതിൻ്റെ പരിണത ഫലമായിട്ടാണ് കടം കയറിയത്. അതുകൊണ്ട് എലീഷ പ്രവാചക ഗണത്തിൽപ്പെട്ട എൻ്റെ ഭർത്താവ് കടം കയറ്റി വെച്ചുകൊണ്ട് എൻ്റെ മക്കളെ അടിമകളാക്കാൻ പോകുന്നുള്ള അവളുടെ വിഷമം, അവളുടെ സങ്കടം അവൾ ചെന്ന് പ്രവാചകനോട് പറഞ്ഞു. ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, പ്രതിനിധിയോട് ചെന്ന് പറയും, അവളുടെ വിഷമം പറഞ്ഞപ്പോഴാണ് അതിന് പരിഹാരമുണ്ടായി. ദൈവം ഇടപെടുന്നു എന്ന കാര്യമാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത്. അത് എണ്ണ എങ്ങനെ മൾട്ടിപ്പിൾ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. അവിടെ കയ്യിൽ എന്തായിരുന്നോ അത് മൾട്ടിപ്പിൾ ചെയ്ത് കടം വീട്ടാൻ മാത്രം യോഗ്യമാക്കി മാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു സംഭവം ഇതൊരു ദരിദ്ര സ്ത്രീയാണ്. അടുത്ത പറയാൻ പോകുന്ന ശൂനേംകാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ധനാഢ്യായ ഒരു സ്ത്രീയുടെ മകനാണ്. 4 അധ്യായം 8 തൊട്ട് 32 വാക്യങ്ങളിലാണ് ശൂനേംകാരി. ഇവൾ പത്രമതിയായ ഒരു ധനികയായിരുന്നു. അവളുടെ ഔദാര്യവും ദൈവഭക്തിയും ഒക്കെ വളരെ പ്രശംസിക്കപ്പെട്ടിരുന്ന ആളാണ്. അപ്പോൾ ഒരു നല്ല സ്ത്രീയാണ്. അപ്പോൾ എലീഷയെ അവൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടി അങ്ങ് ഒരു താല്പര്യം തോന്നി ഈ പ്രവാചകരോട്. കാരണം പ്രവാചകൻ ദൈവപുരുഷനാണ്, നമുക്കറിയാം. അത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ യാത്ര പലപ്പോഴും പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ വിഷമിച്ച് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് വിശ്രമിക്കട്ടെ. ആ ഭർത്താവ് താല്പര്യം ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. കാരണം ഒരു നല്ല മനുഷ്യൻ, ഒരു ദൈവപുരുഷൻ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഐശ്വര്യമാകും. അതുകൊണ്ട് അവൾ ഒരു പ്രത്യേക ഒരു മുറിയൊക്കെ സജ്ജീകരിച്ചു പ്രവാചകന് വേണ്ടി. മുറി സജ്ജീകരിച്ച് അദ്ദേഹം വരുമ്പോൾ അവിടെ വന്ന് വിശ്രമിക്കും, ഭക്ഷണം കൊടുക്കും, അതിനുശേഷം അദ്ദേഹം പോകും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അവരുടെ ജീവിതത്തിന് വിശ്വാസമാണ്. അതൊരു നല്ല ദൈവത്തിന് പ്രതിഷ്ഠിക്കാൻ പറ്റിയ ആളുകളുള്ള സമീപനങ്ങളിൽ വ്യത്യസ്തതയുണ്ടെന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടം അത് മാറി വരിക. കാരണം ഇന്ന് മുഴുവൻ സർവരെയും കുറ്റപ്പെടുന്ന രീതിയാണ്. ചില ചാനലുകളൊക്കെ നമുക്ക് കേട്ട് കഴിയുമ്പോൾ എന്ത് ക്രൂരമാണ് വാസ്തവത്തിൽ സഭയ്ക്കൊക്കെ സമൂഹത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വന്യരായ ആൾക്കാരുള്ള സമീപനങ്ങളെന്ന് നമ്മൾ അന്തിക്ക് നിന്ന് പോകും. വളരെ മോശമായ രീതിയിൽ. ഇപ്പോൾ ചില ആൾക്കാർ, പ്രത്യേകിച്ചും വർഗീയത വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉടനെ FCRA നിയമ ഭേദഗതി
അത് വന്നു എന്നതിൻ്റെ പേരിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വർഗീയ ശക്തിയെ സന്തോഷിക്കും. മെത്രാന്മാരെല്ലാം പൂട്ടി വേണ്ടവരെല്ലാം തീർന്നു, ക്രൈസ്തവ മതം അതിൻ്റെ സഭ അതിൻ്റെ തീർന്നു, ഒക്കെ ഞങ്ങൾ ഒതുക്കി എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം കൊള്ളുന്ന ഒരു ധാരാളം വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താ ചിന്തിച്ചിരിക്കുന്ന മെത്രാന്മാരെയൊക്കെ പൂട്ടുന്ന ആരാ? ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഹിതപ്രകാരം മുമ്പോട്ട് പോകുന്ന അഭിഷിക്തരായ ആൾക്കാർ അവരോട് ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പൂട്ടി എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് മനസ്സിലാകുന്ന പൂട്ടിയിടത്തൊക്കെ സഭ വളർന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം എങ്കിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം പൂട്ടി ഇപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾ ഇന്നും നമ്മൾ കണ്ടുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ തമ്പുരാൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയിൽ ആണായാലും പെണ്ണായാലും സന്യാസിനിയായാലും വൈദികനായാലും സന്യാസിയായാലും ആരായാലും ശരി, അവരെയൊക്കെ കരുത്തേച്ച് കാണിച്ച് മേലധ്യക്ഷൻ മെത്രാന്മാരായാലും അവരെയൊക്കെ വളരെ മോശമായി വെള്ളനൈറ്റിക്കാരെന്നൊക്കെ പറയുന്ന ഈയിടെ പറയുന്നത് വെള്ളനൈറ്റിക്കാർ, ഇങ്ങനെ ഒരുമാതിരി വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ജനസാമാന്യത്തിന് മുമ്പിൽ ഉയർന്ന നിലയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ വ്യക്തികളൊക്കെ അപമാനിതരായി താത്തിത്ത് കെട്ടുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അതുകൊണ്ടെന്ന് വിശ്വാസത്തിൽ അറിഞ്ഞാൽ മതി. അതൊക്കെ ചെയ്യാതിരിക്കേണ്ട, അതവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കർത്താവിൻ്റെ കാലത്ത് തന്നെയല്ലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയെ അപമാനിക്കില്ല ചെയ്തുകൊണ്ടിരുന്നത് നിരന്തരമായിട്ട്. ഇതെല്ലാം തരത്തിൽ കർത്താവിനെ അപമാനിച്ച് അവരെന്തെല്ലാം മോശമായ രീതി. അവർ നിൻ്റെ അപ്പനാരാന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്നാ നമുക്കറിയാം. നിൻ്റെ അപ്പനാരാ, ഇവൻ്റെ അപ്പനാരാ. അപ്പം അതുകൊണ്ട് അപ്പനില്ലാതെ പിറന്നവൻ എന്നുള്ള നിലയിലൊക്കെ അപമാനിച്ച് കർത്താവിനെല്ലാം തന്നെ അപമാനിച്ച്. അതുകൊണ്ട് അപമാനം എന്ന് പറയുന്നത് ഏൽക്കുക, അത് അതിനകത്ത് അസാധാരണത്വമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെയുള്ള ഇടപാടുകൾ മൂർച്ഛിച്ച് വരുമ്പോൾ നമ്മുടേതുപോലുള്ള സമൂഹത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്നതാണ്. കേരള സമൂഹം പരസ്പര ബഹുമാനത്തോടും ആദരവോടും കൂടി എല്ലാ വിഭാഗങ്ങളും ഗുരുക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ആ ഗുരുക്കന്മാരെയും ഓരോ വിഭാഗത്തിൻ്റെയും ആ മതാത്മതയ്ക്ക് പ്രതിഷ്ഠിപ്പിക്കുന്ന വ്യക്തികളെയും ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ്. അതൊക്കെ മാറ്റിമറിച്ചിട്ട് അവരെയൊക്കെ വളരെ എന്തെല്ലാം തരത്തിൽ ഉദ്ദേശം പലതായിരുന്നായിരിക്കാം, പക്ഷേ രാഷ്ട്രീയമായിരിക്കും, എന്തായാലും ശരി, അവരെയൊക്കെ തരം താഴ്ത്തി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണുന്നു. നമ്മുടെ ഇടയിൽപ്പെട്ടവർ പോലും അങ്ങനെ ആളുകൾ ആ രീതി വളരെ മോശമായ ഭാഷയിൽ മേലധ്യക്ഷന്മാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈയിടക്കൊക്കെ ഉണ്ടായി. വളരെ മോശമായ രീതി, വളരെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ത് തരത്തിലുള്ളവരാണെന്ന് മറ്റിൽ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടായി. അവർ ഒരു പക്ഷേ അവർ നിന്നിടത്ത് വിജയിക്കാൻ പറ്റാത്തതിന് കാരണം ഇങ്ങനെ മേലധ്യക്ഷന്മാരാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അവരവരുടേതായ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ മറ്റുള്ളവരിൽ പഴി കെട്ടി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വൈദികരെയും സമർപ്പിതരെയും ഒക്കെ അവരെ ആക്ഷേപിക്കുന്ന രീതി നമ്മളൊന്നും കണ്ടുകൊണ്ടായിരിക്കും. അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം വിശ്വാസമുഖം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ സ്ത്രീ നേരെ തിരിച്ചായിരുന്നു. അവിടെ പ്രവാചകനെ ബഹുമാനിക്കാൻ വേണ്ടി അദ്ദേഹം ആ വിധത്തിൽ ഭർത്താവുമൊക്കെ ചേർന്ന് അതേപോലെ പോയി വിശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ അപ്പോൾ അവസാനം അദ്ദേഹത്തിന് ഗഹസ്യ എന്ന് പറയുന്ന ശിഷ്യനാണ് ഈ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ ശിഷ്യനോട് പറഞ്ഞു, നമുക്ക് ഇവരിത്ര നന്മ നമുക്ക് ചെയ്യുന്നതല്ലേ, ഒരു കാര്യവും നമ്മൾ അങ്ങോട്ട് ചെയ്യാതെ അവരിങ്ങോട്ട് നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് 3 നേരം ഭക്ഷണം തരികയും ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് അവർക്ക് എന്തൊരു ഉപകാരം ചെയ്യണം, നമുക്ക് എന്താ ചെയ്യേണ്ടി? അപ്പോൾ ആ സ്ത്രീയെ വിളിച്ചു വഴി പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും രാജാക്കന്മാരെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനോ ഒക്കെ പ്രവാചകന് പവറുള്ളതാണ്. റെക്കമെൻഡ് ചെയ്യാനോ ഉള്ളത് എനിക്കൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം നോക്കിയപ്പോൾ പ്രവാചകൻ ഇവർക്ക് മക്കളില്ല. ഞാൻ പറയും, നാളെ അടുത്ത ഭക്ഷണ ഈ സമയത്ത് നിനക്കൊരു കുട്ടി ഉണ്ടാകുമെന്ന് പറയും. അത് അവൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്തൊന്നുമില്ല, അല്ലാതെ തന്നെ പറഞ്ഞു. അതുപോലെ അവൾക്കൊരു കുട്ടി ജനിച്ചു. അപ്പോൾ എന്നാ സംഭവിച്ചേ, ഇങ്ങനെ ഈ വാക്താപ്പാൽ ജനിച്ച കുട്ടി അത് വളർന്നു വന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വയലിൽ വെച്ച് അവൾ എനിക്ക് തലവേദനയാണ്, ഭയങ്കര അപ്പൻ്റെ അടുത്ത് പറയും ഭയങ്കര തലവേദനയാണ്, പെട്ടെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ പറയും. അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു, അമ്മയുടെ മടിയിൽ കിടന്നു, മരിച്ചു. അപ്പോൾ വാഗ്ദത്ത പുത്രനാണ്, പക്ഷേ മരിച്ചു. സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ എന്ന് വിചാരിക്കും, ഞാൻ ആവശ്യപ്പെട്ടതല്ലല്ലോ ഈ കുട്ടി. പെട്ടെന്ന് പൊട്ടി അവിടുന്ന് പ്രവാചകനെ അന്വേഷിച്ച് ഇറങ്ങി അങ്ങ് പ്രവാചകൻ്റെ അടുത്ത് ചെന്നു. പ്രവാചകൻ പറഞ്ഞു, രഹസ്യ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചൻ്റെ കയ്യിൽ നിന്ന് വടിയൊക്കെ കൊടുത്തിട്ട് നീ അവിടെ ചെല്ലും, ആ വടി കൊച്ചിൻ്റെ ദേഹത്ത് പോയി എന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അങ്ങ് വരാതെ പോവില്ല. അവൾ നിർബന്ധമായിട്ട് പ്രവാചകനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് രഹസ്യ അവിടെ ചെന്ന് വടിയൊക്കെ വെച്ചിട്ട് പ്രയോജനം ഉണ്ടായില്ല. തിരിച്ചു വരിക. ആ സമയത്ത് ഇവൾ പ്രവാചകനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞത് അകത്ത് കയറി കഴിഞ്ഞ് വെച്ച് മരിച്ചു കിടക്കുന്ന കണ്ടു. അവിടെ ഉള്ള വിവരണം നമ്മളെടുത്ത് വായിച്ച് നോക്കിയാൽ അത് ആ കൊച്ചിൻ്റെ അധരങ്ങളോടും കൈകളോടും ചേർന്നുകൊണ്ട് വാസ്തവത്തിൽ ആ കൂടെ തന്നെ കിടന്ന് ശ്വാസം നൽകി 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം നൽകി കഴിയുമ്പോൾ കുട്ടി അനങ്ങി ജീവിച്ചു, കണ്ണുകൾ തുറന്നു. അപ്പോൾ കുട്ടി ജീവിച്ചു. കാരണം ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ മുന്നോടിയാണെന്ന് ഓർക്കണം. അതാണ് ദൈവമാണ് ചെയ്യുന്നത്, ദൈവം പ്രവർത്തിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ ജീവനോടെ അവൾക്ക് കർത്താവ്
അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവൾക്ക് എന്നാ കൊണ്ട് വിഷയം ചോദിച്ചപ്പോൾ കർത്താവ് എന്നിൽ ഒന്ന് മറച്ചു വെച്ചിരിക്കുക, അവൾക്ക് വേദനിക്കുകയും ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളത് ചെല്ലുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ദരിദ്രർക്കും ധനികർക്കും ഒരുപോലെ അദ്ദേഹം നന്മ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇരു കൂട്ടർക്കും അത്യഗാധമായ ദുഃഖമുണ്ടായി. കർത്താവിൻ്റെ കരുണ ഇരു കൂട്ടർക്കും അവിടുന്ന് ഈ പ്രവാചകരുടെ കടത്തി വിടുകയാണ്. അപ്പോൾ അങ്ങനെ ആ പ്രവാചക ധർമ്മമാണ് പിന്നീട് നമ്മളുടെ ഭാഗങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ഒരു കാര്യം കാണുന്നത്, അതായത് 4:38-40 വാക്യങ്ങൾ വേറൊരു സംഭവം പറയുന്നുണ്ട്. അതായത് ഗിൽഗാലിലെ പ്രവാചക ഗണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു അത്ഭുതമാണിത്. അതായത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ 2 അത്ഭുതങ്ങൾ. ഇത് കടുത്ത ക്ഷാമം അവിടെ വന്നു, ഭയങ്കരമായ ക്ഷാമം. ആ ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പട്ടിണിയുടെ പശ്ചാത്തലത്തിൽ അവരെന്ത് ചെയ്യുന്നു, എലീശ നിർദ്ദേശപ്രകാരം അവർ കളക്ട് ചെയ്ത് വേവിച്ച് വിളമ്പിയ, അതായത് കാട്ടുമുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു, വേവിച്ച് വിളമ്പിയ ആ കാട്ടുകനി അത് വിഷമുള്ളതായിരുന്നു. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഭയന്ന് നിലവിളിച്ചു, കാരണം പോയിസണാണ്. നിലവിളിച്ച അവസരത്തിൽ തന്നെ ഉടനെ പ്രവാചകൻ ആ പാത്രത്തിൽ കുറച്ച് മാവിടാൻ പറഞ്ഞു. മാവ് കൊണ്ട് ഇട്ടു, അവർ വിഷം മാറി അവർ ഫ്രീ ആയി. നമ്മുടെ ആശീർവാദങ്ങളുടെയൊക്കെ ഫലങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ കാര്യം ഓർക്കണം കേട്ടോ. നമ്മളെന്തിനാ ചിലപ്പോൾ നമുക്ക് കാരണവന്മാരിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? എന്തിനാ വൈദ്യരെ കൊണ്ട് ആശീർവദിപ്പിക്കുന്നത്? ആ ആശീർവാദത്തിന് പിന്നിൽ ശക്തിയുണ്ട്. അത് കർത്താവിൻ്റേതാണെന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ നന്മയുണ്ടാവും. കർത്താവിൻ്റെ പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുമ്പോൾ നന്മയുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം മൃഗങ്ങളെ സ്വാധീനിക്കും. അത് ഞാൻ ചിലപ്പോൾ അനുസ്മരിക്കണം. ഒരിക്കൽ എനിക്കതിനെ ഉണ്ടായ ഒരു അനുഭവം, വൈദ്യനായ ഉടൻ തന്നെ ആ ഒരു ദിവസം തന്നെ ആ സമയത്ത് വീട്ടിൽ ഇങ്ങനെ 12 ആളുകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം ജ്യേഷ്ഠനകത്ത് വന്ന് എന്നെ വിളിച്ച് രഹസ്യമായിട്ട് വിളിച്ചെടുത്ത് വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ഈ ഉപ്പൊന്ന് വെഞ്ചരിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാ? നമ്മളെ പൗരോഹിത്യത്തിൽ ആദ്യം ചെയ്ത കർമ്മമാണ്. അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല, അങ്ങനെയുള്ള വിശ്വാസവും ഇല്ല. ഇന്ന് വെഞ്ചരിക്കാം, അവരെ അതൊക്കെ അങ്ങ് വെഞ്ചരിക്കും, എന്തിനും പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, സീനിയർ പ്രീസ്റ്റ് എവിടെ ഉണ്ടല്ലോ, അവരൊക്കെ വല്ല ചെയ്യിപ്പിക്കാം. വേണ്ട ഇതൊക്കെ തന്നെ വെഞ്ചരിക്കാം. ജ്യേഷ്ഠന് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമില്ല. ജ്യേഷ്ഠനുണ്ട്, ഞാനത് വെഞ്ചരിച്ചു കൊടുത്തു. ഇതെന്തിനാന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പശു കറപ്പിക്കുന്നില്ല, പക്ഷേ ഇത് കൊണ്ട് കൊടുത്ത് ആ വെള്ളം ഇട്ട് കുടിച്ച ഉടൻ തന്നെ പശു കറപ്പിച്ചു. ഞാൻ നോക്കിയിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എവിടെയാണ് അതിൻ്റെ സ്വാധീനം? ആ വ്യക്തിയുടെ വിശ്വാസം ആ മൃഗത്തെ സ്വാധീനിക്കും. അതുവരെ നമ്മൾ മനസ്സിലാക്കാനായി ആ സ്വാധീനിച്ചതിന് ഫലമായിട്ട് ആ പ്രാർത്ഥനയും ആ ആശീർവാദവും അവിടെ ഫലം കൊണ്ടു എന്ന് പറയുന്ന പോലെ നമ്മൾ ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ അസമാധാനമൊക്കെ ഒന്ന് നിൽക്കാം, ആ പല വിഷമമായി പ്രശ്നമായി ഒന്ന് പിണങ്ങി. മനുഷ്യ ജീവിതത്തിലല്ലേ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും പിണങ്ങി, മക്കളൊന്നും പിണങ്ങി, ആ പല അലങ്കോലമായി കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം പോയി. ഒരു ഇരുണ്ട മനസ്സിൽ കാണുമ്പോൾ മിണ്ടാൻ വിഷമം, ആ പാട പ്രയാസം. എന്നാ ചെയ്യുന്നു? അപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് തന്നെ ഇവിടെ ചെന്ന് കണ്ടിട്ട് ആ വീടൊന്ന് വെഞ്ചരിക്കണം എന്ന് പറയുക. അച്ഛൻ വന്നവരുടെ അന്തരീക്ഷം മാറിയ അച്ഛൻ വന്നു, സഭയുടെ പ്രാർത്ഥന അവിടെ ചൊല്ലി, പരിശുദ്ധാത്മനെ വിളിച്ചപേക്ഷിച്ചു, അവരുടെ ഹൃദയങ്ങളിലൊക്കെ സമാധാനം കൊടുത്തു, എല്ലാവരുടെയും ശിരസ്സുമേൽ ഹന്നാൻവെള്ളം തെളിച്ചു, തലയ്ക്ക് ആശീർവാദം നൽകി, അവരെ തെറ്റിൽ കുരിശ് വരച്ച് കഴിയുമ്പോൾ ആ പുതിയൊരു അന്തരീക്ഷത്തിൽ വരിക, ആ പഴയതിൽ അങ്ങ് മറന്നു പോവുക. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്ന കാര്യം വിശ്വാസികൾക്കറിയാം. അതാണ് ഈ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അപ്പോൾ വേറൊന്നാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം. ഈശോമിശിഹ അപ്പം വർദ്ധിപ്പിക്കുക 5000 പേര് തീറ്റിപ്പോറ്റെങ്കിൽ എലീശായും 4-ാം 40-44 2 രാജാക്കന്മാർ 4-ാം 2-44 വാക്യങ്ങളിൽ 20 ബലിയപ്പം, അതിന് ബാർലിയപ്പം 100 പേർക്കായി പിരിച്ചു. 20 എണ്ണേ ഉള്ളൂ, 100 പേർക്ക് കൊടുക്കണം. അപ്പോൾ ശിഷ്യന്മാർ 100 പേർക്ക് തികയോ? പ്രവാചകൻ പറയുമ്പോൾ കൊടുക്ക്, തൃപ്തിയാകുക. പക്ഷേ അവർ തൃപ്തിയായി ഭക്ഷിച്ചിട്ടും അത് മിച്ചം വന്നു എന്നുള്ള അത്ഭുതകരമായ ഇടപാട്. വാസ്തവത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയാത് 5000 പേരെ പുരുഷന്മാർ മാത്രമെന്ന് ഓർക്കണം. കണക്ക് കൂട്ടി ഈശോയുടെ കാലഘട്ടങ്ങളിൽ 5 അപ്പം കൊണ്ട് ഭക്ഷിപ്പിച്ച 5000 പേര് പുരുഷന്മാർ മാത്രം. സാധാരണഗതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അത് കണക്കപ്പെടുത്താറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാകുന്നതായിരിക്കും സ്ത്രീകൾ? ഏതായാലും പുരുഷന്മാർ ഒരു പുരുഷന് സ്ത്രീകൾക്ക് കാണുമല്ലോ, അവർ 5000 കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ 10000 ആയില്ലേ? മക്കളെത്ര പേരെ? ഇന്നത്തെ പോലെ അല്ലല്ലോ. ഒരു കുടുംബത്തിൽ 4-5 മക്കളില്ലേ? 5000 മണി 5 25 ഒന്നില്ലേ? അപ്പോൾ കണക്കൂട്ടി എത്ര പേര് ഉണ്ടായിരുന്നിരിക്കണം? അപ്പോൾ 25 35,000 മനസ്സിലാക്കാവുന്നതാണ്, കണക്കൂട്ടാവുന്ന. അപ്പോൾ അത്രയും ആൾക്കാർക്കെല്ലാം ഭക്ഷണം തൃപ്തിയാതെ കൊടുക്കാൻ കർത്താവിൻ്റെ ആശീർവാദം സാധിച്ചു. 5 അപ്പം 2 മീനും കൊണ്ടാണ് ചെയ്തതെന്ന് ഓർക്കണം. അത് ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പട്ടിണിയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെയും ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. അത്
വളരെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വടക്കൻ രാജ്യമായ ഇസ്രായേലിലെ കർത്താവിന് വിരോധം ഇല്ലായിരുന്നതുകൊണ്ട് ആദ്യകാലമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവാചകന്മാർ തന്നെയാണ് മുൻകൈ എടുത്തിരുന്നത്. അപ്പോൾ കിട്ടിയ ഭക്ഷണം 100 പേര് അവർ സമൂഹത്തിന് തികച്ചും അപര്യാപ്തമാണെന്ന് കണ്ടുവെങ്കിൽ പോലും കർത്താവിനെ കരുതി അത് ആശീർവദിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വർദ്ധിച്ചു. 100 ആളുകൾക്ക് ഇത് ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് അവർ ചോദിച്ചു. മറുപടി കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ, എന്നാൽ കർത്താവ് കൊടുക്കും എന്നങ്ങനെ ആവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് കർത്താവ് വർദ്ധിപ്പിച്ച് കൊടുത്തോളും എന്ന് നേരം തന്നെ പറഞ്ഞു. അപ്പോൾ അസം പറഞ്ഞ് അത് ഭാവിയിൽ വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ്. അപ്പം എലീശായുടെ കാലഘട്ടത്തിൽ നടക്കുന്ന മറ്റൊരു പ്രവൃത്തി ഇതാണ്. അതായത് മനുഷ്യൻ്റെ ആ വിശപ്പിനോട് പ്രതികരിക്കുന്ന നമ്മുടെ സാമൂഹ്യ രംഗത്തും സുവിശേഷ പ്രഘോഷത്തിലുമൊക്കെ സുവിശേഷ പ്രഘോഷണം ഒരു വശം നടക്കുമെങ്കിൽ തന്നെയും നമ്മൾ എന്തുകൊണ്ടാണ് സഭ ജീവകാരുണ്യ പ്രവർത്തനം കൂടെ കൊണ്ടുപോകുന്നത്? കാരണം അതിനോട് ചേർത്ത് തന്നെ മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ കൂടി പരിഹാരം ഉണ്ടാകണം. വിശക്കുന്നവർക്ക് അപ്പം കിട്ടണം. സഭ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യൻ വടക്കൻ മേഖലയിൽ ഇന്ത്യയുടെ നോർത്തേൺ ഈസ്റ്റിലൊക്കെ ഭയങ്കരമായ രീതിയിൽ വിഷമത അനുഭവിക്കുന്ന വിഭാഗമായി ആദിവാസികൾ എന്ന് പറയും. ഈ ആദിവാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിന് അവർക്ക് വിദ്യാഭ്യാസമില്ല. അവിടെ നിന്ന് പറഞ്ഞു അവരുടെ ഭൂമി അവർക്ക് സ്വന്തമാണെന്ന് പോലും അറിയാൻ പാടില്ല. അപ്പോൾ അത് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു, വലിയ ഭയങ്കര കോർപ്പറേറ്റ് എൻറ്റിറ്റികൾ അവരവിടെ ചെന്നിട്ട് അത് ഖനനത്തിനും വ്യവസായീകരണത്തിനും വിനിയോഗം ഇവരുടെ ഭൂമിയാണെന്ന് ഓർക്കണം. എന്നിട്ട് ഇവരെ കൂടെ അടിമകളെ പോലെ പണിയേൽപ്പിക്കുന്നു. എന്നിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല. കൊടുത്താൽ അവർ ചോദ്യം ചെയ്യില്ലേ? അത് കൊടുക്കാത്തത് കൊണ്ട് കൊടുക്കാത്തടത്തോളം കാലം ഇവർക്ക് സുഖമായിട്ട് ചെയ്യാം. വാസ്തവത്തിൽ അവിടെയാണ് മിഷണറിമാർ വാസ്തവത്തിൽ അത്ഭുതകരമായ രീതിയിൽ ഇവർക്ക് പരിവർത്തനം വരുത്താനുള്ള വിദ്യാഭ്യാസം നൽകിയത്. സ്റ്റാൻസാമി എന്ന ആ ഏരിയനും ജെസ്യൂട്ട് പ്രീസ്റ്റാണ്. അദ്ദേഹം ഇതൊക്കെ തന്നെയാണ് എത്രേ ചെയ്തുള്ളൂ. അപ്പോൾ അവരത് മാവോയിസം അദ്ദേഹത്തിന് വില ആരോപിച്ചു. അപ്പോൾ അത് രാജ്യദ്രോഹമായിട്ട് വരുത്തി തീർന്നു. എന്തിനാ? അദ്ദേഹത്തിനെ അവിടെ നിന്ന് കെട്ടിക്കണം. അങ്ങനെ അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിൽ വ്യാജമായിട്ടുള്ള ഡോക്യുമെൻ്റ് തിരികെ കയറ്റി തെളിവുണ്ടാക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത്. നമുക്കറിയാം 84 വയസ്സിൽ ജയിലിലിട്ടിട്ട് പാർക്കിൻസൺസ് വന്നിട്ട് സ്ട്രോ പോലും കുടിക്കാൻ കൊടുക്കാതെ അവിടെ നിന്ന് മരിച്ചു. സത്യത്തിൽ സ്റ്റാൻസാമിയുടെ മരണത്തിൻ്റെ ആഘാതമല്ല, അതിൻ്റെ സ്വാധീനം ഭാവിയിൽ സഭയുടെ വളർച്ചയ്ക്കായിട്ട് പ്രയോജനപ്പെടുന്നതാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പരിഭ്രാന്തരായ FCR എന്നും കൊണ്ട് വരുന്നത്? ഭയങ്കര പരിഭ്രാന്തിയാണ്. ജാർഖണ്ഡിലൊക്കെ 50% കൂടുതൽ ക്രിസ്ത്യാനികളായി തീർന്നിരിക്കും ആദിവാസികൾ. അവർ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്ത്യാനി ഐ ഡോണ്ട് വോണ്ട്, നമുക്ക് നിങ്ങൾ പറയുന്ന ധർമ്മത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ ഒന്നും പറയുന്നത് വിഭ്രാന്തിയായി. അത് വോട്ടിനാകാൻ ഭയങ്കര ബാധിക്കും. അപ്പോൾ ഇവിടെ വോട്ട് കിട്ടില്ല. പണ്ടത്തെ പോലെ കൂടടച്ച് ഇപ്പം നേതാവ് പറയുന്ന പോലെ ഇവിടെ കുത്തടാന്ന് പറയും, അവിടെ കുത്തുന്ന ജനം വിദ്യാഭ്യാസം ബന്ധമായി കഴിഞ്ഞപ്പോൾ പരിഭ്രാന്തിയായി. ആ പരിഭ്രാന്തിയാണ് ഈ നിയമനിർമ്മാണത്തിനൊക്കെ പിന്നിൽ കിടക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് നമ്മൾ പേടിക്കണം? ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതിനൊക്കെ കർത്താവ് തിരിച്ചടിക്കും. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞത് അതിഭയങ്കരമാണ്. പിന്നെ അടുത്ത സംഭവം പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് തീർക്കാം, നമ്മുടെ സമയം തീരുകയാണ്. നാമാൻ എന്ന് പറയുന്ന സിറിയയിലെ സർവ്വസൈന്യാധിപൻ, മിടുക്കനായ ഒരാൾ, അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. ഇപ്പോൾ എന്നാ സംഭവിച്ചു? സിറിയയിലാണ്. അപ്പോൾ അവർ ഇസ്രായേലിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയ ഒരു പാവപ്പെട്ട പെൺകുട്ടി അവിടെ രാജ്ഞിയുടെ പരിചാരകയായിട്ടുണ്ടായിരുന്നു. നാമാന് കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ ഇവൾ ആ അമ്മച്ചിയോട് പറഞ്ഞു, അല്ലെങ്കിൽ അവളുടെ യജമാനത്തിയോട് പറഞ്ഞു, അയ്യോ ഇത് ഇസ്രായേലിലെ ഒരു പ്രവാചകൻ്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ കുഷ്ഠരോഗം ഭേദമായെന്ന് പറയും. അതുകൊണ്ട് രാജാവിനെ ധരിപ്പിച്ചു. ഉടനെ നാമാനെ വിളിച്ചു. രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഇസ്രായേലിൻ്റെ രാജാവിന് വേണ്ടി ഒരു എഴുത്തും കൊടുത്ത് ഇയാളെ പറഞ്ഞയച്ച് അദ്ദേഹം അവിടെ ചെല്ലുക. എഴുത്ത് കൊണ്ട് കൊടുത്തു രാജാവിന്. കൊടുത്തു കമ്പോൾ അയാൾ തെറ്റിദ്ധരിച്ചു. എന്താ തെറ്റിദ്ധരിച്ചത്? എന്താണെന്നറിയാമോ? തെറ്റിദ്ധരിച്ചത് ഇതാണ്, ഇതെന്തൊരു കളിയാണ്, ഇതെന്നാ ഞാൻ ദൈവമാണോ ഈ പറയുന്നത് രോഗം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വസ്ത്രം കീറി. അപ്പം ഇത് പ്രവാചകൻ അറിഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അതൊന്നും ഇങ്ങേയും വസ്ത്രം കീറേണ്ട കാര്യമൊന്നുമില്ല, ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് എല്ലാവരും അറിയട്ടെ, എൻ്റെ അടുത്ത് പറയട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു. നാമാനും പരിചാരനും അങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ആ ഗഹസി എന്ന് പറയുന്ന കൃത്യനോട് പറഞ്ഞേര് അദ്ദേഹം പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ പറയാൻ പറയും. അപ്പോൾ ഇയാൾ വിചാരിച്ചെന്നാ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വന്നിരിക്കുന്നു, അത് പ്രതിരോധ മന്ത്രിയാണ് വന്നിരിക്കുന്നത്. അയാൾ വന്നു കഴിയുമ്പോൾ ഈ പ്രവാചകൻ ഇറങ്ങി വരും. ഇറങ്ങുന്നതിൻ്റെ തലയിൽ കൈവയ്ച്ച് അവരുടെ ദൈവമായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും. അവിടെ വെച്ച് എനിക്ക് സൗഖ്യം നൽകുമെന്ന് വിചാരിച്ചേ അന്നരാണ്ട് കിടക്കുന്നു. യോർദാൻ നദിയിൽ പോയി കുളിക്കുക. അതിൽ എത്രയോ നല്ല നദികൾ സിറിയയിലുണ്ട്. അയാൾ അരിച്ചപ്പെട്ട് കോപിച്ച് തുള്ളിച്ചാടി പോയി. തിരിച്ചു പോയപ്പോൾ ഭൃത്യന്മാർ പറഞ്ഞു, ഗുരു, ആ പ്രവാചകൻ എന്താ പറഞ്ഞേ?
ചെയ്യാൻ കഴിവില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ പറയും, അസാധ്യമാതൊന്നും അല്ലല്ലോ പറഞ്ഞ്. ഒന്ന് കുളിക്കണമെന്നല്ലേ പറഞ്ഞോളൂ യോർദാൻ നദിയിൽ, അത് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ കേട്ടോ മനസ്സാന്തരപ്പെട്ട് തിരിച്ചു വന്ന് 7 പ്രാവശ്യം യോർദാൻ നദി മുങ്ങിക്കുളിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ സൗഖ്യം ഉണ്ടായി. ഇതാണ് സംഭവം എന്ന് പറയുന്നു. വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വിജാതീയരിലേക്ക് കർത്താവിന് രക്ഷ കടന്നു പോകുന്ന ഒരു സംഭവമാണ്. നാമാൻ വിജാതീയനാണ്. അപ്പം ദൈവത്തിന് മുഖം നോട്ടമൊന്നുമില്ല. ദൈവത്തിലേക്ക് ആ കൃപ കടന്നു പോകണം. അതുകൊണ്ട് കൃപ എന്ന് പറയുന്ന ആരെയും കുത്തകയൊന്നുമല്ല. അത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. കർത്താവിൻ്റെ കൃപ കാൽവരി ജീവാർപ്പണം ചെയ്ത രക്തത്തിൻ്റെ ഫലമായി കൃപയെന്ന് പറയും. ഈശോയുടെ രക്തം എന്ന് പറയും നമുക്ക് വേണ്ടി മാത്രമുള്ളൊന്നുമല്ല. ആ കൃപ സർവ്വ മനുഷ്യർക്കും. അതുകൊണ്ട് നിങ്ങൾ ലോകം എങ്ങും പോയി സുരക്ഷ അറിയിക്കാൻ പറയും. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട. ആ കൃപ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വിജാതീയനാണ്. അപ്പോൾ എന്നായിരുന്നു, ഇയാളുടെ കുഷ്ഠം വലിയ ഭീഭത്സമൊന്നും ആയിരുന്നില്ല, എങ്കിലും കുഷ്ഠം തന്നെയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പരിചാരിക വഴിയായിട്ട് ആലോചിച്ച് നോക്കി, അവളെ അടിമപ്പെണ്ണായിട്ട് കൊണ്ടുപോയെടുത്തും അവളവിടെ സുവിശേഷം പ്രഘോഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എവിടെ വേണമെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കാൻ അറിയാം. അവൾ അവിടെ ബന്ധനസ്ഥരായി കൊണ്ടുപോയിട്ട് പരിചാരികയായിട്ട് നിന്നെടുത്ത് അവൾ അവരെ വശീകരിച്ച് അവരെ സ്വന്തമാക്കി അവരുടെ മുമ്പിൽ അവിടെ യഹോവയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു. കാരണം അതാണ് അവളുടെ മെരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ രാജാവിന് അപ്പോൾ എന്ത് ചെയ്തു, അത്ര വിശ്വാസം ഉണ്ടായില്ല. ഇസ്രായേൽ രാജാവിന് വിശ്വാസം ഉണ്ടായില്ല. ഈ പെൺകുട്ടിക്ക്, ഈ പാവപ്പെട്ട പരിചാരികയ്ക്ക് വിശ്വാസം ഉണ്ടായി. അപ്പോൾ ആ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ നാമാൻ കുപ്തനായി പോയെങ്കിൽ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും നന്ദി പറയാനായിട്ട് തിരിച്ചു വന്നു. നന്ദി പറഞ്ഞു. എന്താ നമ്മൾ ഏറ്റു പറഞ്ഞു അവിടെ വന്ന് എന്താ പറയുന്നത്, ഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പറയും. അതായത് 5:15 വാക്യം, ഭൂമിയിൽ ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല ഇത് ഞാൻ അറിയുന്നു അദ്ദേഹം വിശ്വാസം ഏറ്റു പറഞ്ഞ് അദ്ദേഹം പറയുക, അത് സമ്മാനങ്ങൾ നൽകാതിരിക്കുമ്പോൾ എനിക്കൊരു സമ്മാനം വേണ്ട. പ്രവാചകൻ പറയാം, ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമ്മാനം വാങ്ങിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇന്നത്തെ സുവിശേഷ പ്രഘോഷതയെക്കുറിച്ച് ആക്ഷേപം എന്താ സംഭവിക്കുന്നത്, സുവിശേഷം വിറ്റ പണം ഉണ്ടാക്കി. അടുത്ത കാലത്ത് ഒരു പാസ്റ്റർക്കെതിരെ ഉണ്ടായ വലിയ ബഹളം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഭയങ്കരമായി ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. വാസ്തവത്തിൽ തെറ്റാണ് ഇവരൊക്കെ ചെയ്യും. അതുപോലെ ധനാഢ്യരായിത്തീരുക, സുവിശേഷ പ്രഘോഷണം നടത്തി സമ്പന്നരായിത്തീരുന്ന രീതി ഇന്നൊരു കച്ചവട ഇടപാടായിട്ട് ഈ പ്രഘോഷണം മാറിയിട്ടുണ്ട്. എല്ലാ തലങ്ങളിലങ്ങ് മാറിയിട്ടുണ്ട്. അത് തെറ്റല്ല, തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ്, കർത്താവിന് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ അതുകൊണ്ടാണ് ജനം കണ്ടമായി ശക്തമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഭ അല്ലെങ്കിൽ വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ കാവൽക്കാരെന്ന് പറയുന്ന അജപാലകർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാസ്റ്റർമാരൊക്കെ എല്ലാം നേരെ ചൊവ്വയാണ് പോകുന്നതെന്ന് ആരും പറയേണ്ട. അങ്ങനെ ആകണമെന്നില്ല. വിമർശനത്തിന് വിധേയരാണ് ഇവർ, വിമർശിക്കുക തന്നെ വേണം, തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. അപ്പം അതുകൊണ്ട് ആളുകൾ ശക്തമായിട്ട് എതിർക്കുന്നതിന് മുമ്പ് കഥയുണ്ട്, കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനകത്ത് വർഗീയതയൊന്നും മനുഷ്യ വെച്ചിരിക്കുക, അയ്യോ അത് പാസ്റ്ററാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്തതെന്താ, സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് വചനത്തെ വിൽക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പ്രവാചകൻ പറഞ്ഞു വേണ്ട സമ്മാനമൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, അങ്ങനെയാണെങ്കിൽ 2 കഴുതച്ചുമട് മണ്ണ് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. കണ്ടോ അദ്ദേഹം വിശ്വാസം കണ്ടോ. അതായത് ഈ പറയുന്ന നാമാൻ്റെ വിശ്വാസം ഇവിടുത്തെ വിശുദ്ധ നാട്ടിലെ മണ്ണ് കൊണ്ടുപോയി ഇവിടെ വിരിച്ചിട്ട് ആ മണ്ണിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിയാൽ അവരുടെ ദൈവം എന്ന് പറയുന്നത് റിമ്മോൻ അല്ലെങ്കിൽ ഹദാദ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇടിമിന്നലിൻ്റെ ദൈവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് അദ്ദേഹത്തിന് ആരാധന നടത്താൻ രാജാവ് കൽപ്പന ഞാൻ നിർബന്ധിതനാണെങ്കിൽ പോലും എന്നെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒഴികഴിവ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു മണ്ണ് കൊണ്ടുപോയിട്ട് യഹോവയെ ആരാധിക്കാൻ താല്പര്യം കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കുകയാണ്. ഇവിടെ ഈ പ്രവാചകൻ സമ്മാനമൊന്നും വാങ്ങിക്കാതെ പൊക്കോ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. അപ്പോൾ എന്നാ സംഭവിച്ച്, ഗഹസ്യ എന്ന് പറഞ്ഞ ശരിയാണ് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം നോക്കിയതും അദ്ദേഹം അല്പം ആർത്തിയുള്ള ആളായിരുന്നു, സമ്പത്തിന്. എന്തൊരു പണിയായി പ്രവാചകൻ ചെയ്ത്. അവിടെ എന്തൊക്കെ അവിടെ തന്നെ ഒരു താലന്ത് വെള്ളിയെന്ന് പറയുന്നത് എന്തിനാ, ഭയങ്കര പണ്ട് സമറിയ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ രാജാവ് കൊടുത്തത്, സമറിയ മുഴുവൻ മേടിക്കാൻ 2 താലന്താണ് കൊടുത്തു, വെള്ളിയെ കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇത്രയും വിലപ്പിടിപ്പുള്ള സംഗതിയാണ്. അതിൽ ഇങ്ങോട്ട് ഓഫർ ചെയ്തിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. ഇയാൾക്ക് വിഷമം തോന്നി, കാരണം അതിന് ഇച്ചിരി വയ്ക്കാൻ കിട്ടുമായിരുന്നില്ലേ. അതിനത് പുറകെ ഓടി ചെന്ന രഥത്തിന് അവിടെ ചെന്നപ്പം ആ രഥത്തിൽ നാമാൻ ഇറങ്ങി വന്ന് ഇയാളെ സ്വീകരിക്കും. അദ്ദേഹത്തിന് വിനയം കണ്ടോ, ഇറങ്ങി സ്വീകരിക്കും. എന്താ വേണ്ടിയെന്ന് ചോദിച്ചു. അയ്യോ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട് നേരത്തിൽ നിന്ന് പ്രവാചകനെ കാണാനായിട്ട്, അവർക്ക് സമ്മാനം കൊടുക്കുക കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ആ താലന്തുകൾ ഇങ്ങോട്ട് വേണമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്തു, 2 താലന്തും മറ്റ് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചയച്ചു. നോക്കണേ, കൂടെ നിന്നതുകൊണ്ട് മുതലെടുക്കുന്ന ആൾക്കാർ ഇത് സഭയിലും തന്നെ ഉണ്ട്.
സഭയിൽ പലപ്പോഴും മെത്രാന്മാരുടെയും അതുപോലെ തന്നെ അധികാരത്തിരിക്കുന്നവരുടെയൊക്കെ പേര് പോകാൻ ഒരു കാരണം അവർ തന്നെ നിയമിക്കുന്ന ചില ആളുകളാണ്. അവർ വാളവസ്ഥയിൽ വിശുദ്ധന്മാരും നീതിമാന്മാരുമായിരിക്കാം, പക്ഷേ പേര് കേൾപ്പിക്കുന്നത് ഇങ്ങനെ നിയമിതരാകുന്ന ആളുകൾ സത്യത്തിൽ നീതി നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പം അത് ആളുകൾ ആക്ഷേപമുണ്ടാകുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അവർ നിയമിക്കാതിരിക്കാൻ പറ്റില്ല. ആളുകൾക്ക് ചില സ്ഥാനങ്ങൾ നിയമിക്കാതിരിക്കാൻ പറ്റില്ല. കോളേജ് പ്രിൻസിപ്പലായിട്ട് നിയമിക്കേണ്ടി വരും, പലതിൻ്റെ മാനേജർമാരായിട്ട് നിയമിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് പണം കൈകാര്യം ചെയ്യുന്ന രംഗങ്ങളൊക്കെ നിയമിക്കേണ്ടി വരും. അങ്ങനെ പല നിയമങ്ങളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ അവിടെ ഒരുപോലെ തന്നെ നീതിബോധത്തോടെ പെരുമാറാത്തൊരു വ്യക്തിയാണെങ്കിൽ അതുമാതിരി ചെന്ന് വന്നുകൊള്ളുന്നത് സഭയുടെ മേലധ്യക്ഷനായിട്ടാണ്. ഇപ്പോൾ കൊണ്ട് ആരോപണം എന്നാ പറയുന്നത്, ഈ പണം മുഴുവൻ ബിഷപ്പുമാർ മുഴുവൻ കൊണ്ടുപോവുക. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബിഷപ്പുമാർ ആരുമായിട്ടായി പണം കിട്ടുന്നത്? ഒരു മെത്താൻ്റെങ്കിലും പണം വരുന്നില്ല. അത് മുഴുവൻ അതിൻ്റെ പിമ്പ് ആളുകൾക്ക് അറിയാൻ പാടില്ല സഭയുടെ സംവിധാനം. ഓരോ രൂപതയ്ക്ക് അതിൻ്റെതായ കൂലിയായുണ്ട്, അതിൻ്റെതായ പ്രൊക്കുറേറ്ററുണ്ട്. എന്ത് പണം വന്നാലും അത് കൃത്യം അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ റെസിപ്റ്റ് അയച്ചു കറക്റ്റായിട്ട് കണക്ക് നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സമൂഹമാണ് സഭയെന്ന് പറയും. മെത്രാൻ സ്വന്തമായിട്ട് അവിടെ സമ്പാദ്യവും കാര്യങ്ങളും ഒരു മെത്രാനും ഇല്ല. ജനത്തിനതറിയാൻ പാടില്ല. അവിടെ ജനം ധരിച്ചു വെച്ചിട്ട് ഈ ഒരു സമ്പത്തിൻ്റെ ആർത്തിയാണ് മെത്രാന്മാർക്ക്. ഇന്ന് ആർത്തി ഏത് മെത്രാനെ സമ്പത്തും ഉണ്ടാക്കി അവരെവിടെ കൊണ്ടുപോകുന്നത്? ആരുടെയും വീട്ടിൽ കൊണ്ടുപോയി കേട്ടിട്ടുണ്ടോ? ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഗഹസ്യയെ പോലെ ആളാണെങ്കിൽ ആ പഴി കേൾക്കേണ്ടതായി വരും. ഗഹസ്യ ഇങ്ങനെ ചെന്നു, അപ്പോൾ അത് തിരിച്ചു വന്നു. രണ്ട് ഭൃത്യന്മാരെയും കൊണ്ടാണ് ചോപ്പിച്ചുകൊണ്ട് വന്നത്. അത് തിരിച്ചു വന്നുകൊണ്ട് ഒളിച്ചു വെച്ചേച്ച് അപ്പം വിളിച്ചു, പ്രവാചകൻ വിളിച്ചു, ഗഹസ്യ നീ വന്നേ. അത് ശരി, എവിടെയായിരുന്നു? അല്ല ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പം നീ അവിടെ ഈ സമ്മാനം അവിടുന്ന് വാങ്ങിച്ചെടുത്തപ്പം എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു, ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് പറയേണ്ട ആപ്പാടെ. അതുകൊണ്ട് നാമാനം എന്ന കുഷ്ഠരോഗം നിനക്ക് ഭവിക്കട്ടെയും നിനക്ക് നിൻ്റെ മക്കൾ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കേണ്ട സംഭവമാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നാം മനസ്സിലാക്കുന്നുണ്ട്. ആ 2 താലന്ത് വെള്ളി ഒന്നിന് ചോദിച്ചിട്ട് 2 താലന്ത് വെള്ളി കൊടുത്തു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 2 താലന്ത് വെള്ളി കൊണ്ടാണ് ഓമ്രി സമറിയ മല വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വിലപ്പെട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവസാനം ഒക്കെ ശിക്ഷയ്ക്ക് വിധേയനായി. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ സമാപിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ സന്ദേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ സന്ദേശങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ചരിത്രം വായിച്ച് പോയപ്പോൾ എന്താ സന്ദേശം? ഒന്ന്, ആ പരിചാരിക അവൾ ഒന്നുമല്ലാതിരിക്കെ അവൾ വലിയ സുവിശേഷ പ്രഘോഷകയായിട്ട് മാറി, ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഇപ്പം നമ്മൾ എവിടെയായിരുന്നാൽ തന്നെയും നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് ആ പരിചാരികം. രണ്ടാമത്തേത്, ഈ മനുഷ്യന് ആദ്യം ക്രുദ്ധനായെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ഈ സൗഖ്യമുണ്ടായി പരിപൂർണ്ണ മാനസാന്തരപ്പെട്ടു. ഇസ്രായേലിന് ദൈവമല്ലാതെ മറ്റു ദൈവമില്ല എന്ന് ഏറ്റുപറയും, മാനസാന്തരപ്പെടുകയും ഏറ്റുപറയുകയും ചെയ്തു. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെല്ലാം അനുഭവങ്ങൾ തമ്പുരാൻ നൽകുന്നുണ്ട്, സൗഖ്യം നൽകുന്നുണ്ട്, ഒത്തിരി ഭൗമിക സമ്പന്നമാണ്. പക്ഷേ നമ്മൾ അന്നേരം നന്ദി പറഞ്ഞാൽ പെട്ടെന്ന് അവനെ അങ്ങ് മറക്കും. നമ്മൾ മറക്കുന്ന ആൾക്കാരാണ്, ദൈവത്തിൻ്റെ ദാനങ്ങളെ മറക്കുന്നവരാണ് നമ്മളെ കുറവുകളെ എപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് വളരെ തെറ്റായ സംഗതിയാണ്. ഇവിടെ ഈ നാമാൻ അങ്ങനെയല്ല. അദ്ദേഹം നിത്യമായിട്ട് അത് ഓർമ്മിക്കാൻ വേണ്ടി തന്നെയാണ് 2 കഴുത ചുമടും മണ്ണ് വേണമെന്ന് പറയും. അത് മറക്കാതിരിക്കാൻ വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നാം പറയുന്നത് എന്താ സന്ദേശം? എന്താ ഗഹസി ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് സഭയെ മുതലെടുക്കുന്ന ആൾക്കാർ പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഇതുള്ളത് തന്നെയാണ്. മുതലെടുക്കുന്ന ബിസിനസ്സുകാരും അതുപോലെ ആളുകളൊക്കെ സമീപിക്കുമ്പോൾ അത് വിവേകപൂർവ്വം ചെയ്യേണ്ടതാണ്. അതിന് ബന്ധപ്പെട്ട അജപാലകരും ഇല്ല എങ്കിൽ അവർ പൂർണ്ണമായിട്ടും അവർ വസൂലാക്കിക്കൊണ്ട് പോകും. സംശയമൊന്നുമില്ല. ആളുകൾ നോക്കി നിൽക്കുകയും അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അഴിമതി ആരോപണം മെത്രാനെതിരായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്, ഈ വചനം ധനസമ്പാദനത്തിലുള്ള വഴിയല്ല. ഇതാണ് നമുക്ക് കാണുന്ന ഒരു വലിയ പാഠം അവിടെ എലീശ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ വചനവും ധനസമ്പാദനത്തിലുള്ള വഴിയല്ല. അതിനു വേണ്ടിയിട്ട് നീങ്ങാൻ പാടില്ല. കണ്ടോ, ആ പ്രവാചക ശക്തി അവിടെ നിലനിൽക്കണം, അല്ലെങ്കിൽ പ്രവാചക ശക്തി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും അതുകൊണ്ട് തിരിച്ചുണ്ടായ എന്താ, വചനത്തെ വിറ്റാൽ ശിക്ഷയുണ്ടാകും എന്നതിൻ്റെ മാന്ത്രിക ഉദാഹരണമാണ് നാമാനം എന്ന കുഷ്ഠരോഗം ഗഹസിയായിക്ക് വരാനായിട്ട് ഇടയാക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഈശോം കൃപയും പിതാവായ സ്നേഹവും സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.